ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ അടുത്ത മാസം ജാനുവരി 2025 ഇറങ്ങാൻ വേണ്ടി പോകുന്ന ഒരുപാട് ഫോൺസിൻ്റെ ലിസ്റ്റാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന എല്ലാ ഫോൺസും എന്തായാലും ഷുവറായിട്ട് തന്നെ അടുത്ത മാസം ലോഞ്ച് ചെയ്യും, കൺഫേംഡ് ആണ്. അപ്പോൾ യെസ് ഗൈസ്, അപ്പം ഒരു വർഷം പോയി, ഇനി അടുത്ത വർഷമാണ്. അപ്പോൾ അടുത്ത വർഷം ഒരുപാട് ഫോൺസ് ഉണ്ട്, പവർഫുൾ ആയിട്ടുള്ള ഫോൺസാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ സാംസങ്ങിൻ്റെ S25 സീരീസാണ്. നോർമലി 3 ഫോൺസാണ് ലോഞ്ച് ചെയ്യാറ്, S25, S25 പ്ലസ്, S25 അൾട്ര. ബട്ട് നെക്സ്റ്റ് ഇയർ 3 ഫോൺസ് 4 ഫോൺസ് ഉണ്ടാവുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു സ്ലിം മോഡൽ കൂടെ വരുന്നുണ്ട്. ഈ സ്ലിം ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ ഐഫോൺ 12 മിനി പോലെ ആകുമോ എന്നുള്ളത് അറിയില്ല. 12 മിനി അത്യാവശ്യം നല്ല ഫോണായിരുന്നു, പക്ഷെ അത് ഒരുപാട് ചെറുതായിപ്പോയി. ബട്ട് അങ്ങനെ ഇതിനും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കുറച്ച് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ അടുത്ത മോഡൽ കഴിയുമ്പോൾ അതെന്തായാലും ഡിസ്കണ്ടിന്യൂ ചെയ്യും, ഐഫോൺ ചെയ്ത പോലെ. അറിയില്ല, നമുക്ക് നോക്കാം. എന്തായാലും ഈ മോഡൽസ് എല്ലാം തന്നെ സ്നാപ്ഡ്രാഗൻ്റെ 8 ഇലൈറ്റ് ആയിരിക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും അൾട്രയിൽ അതായിരിക്കും. ബാക്കിയുള്ള മോഡലുകളിൽ എക്സിനോസ് ആയിരിക്കോ അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ ആയിരിക്കോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത് നമുക്ക് നോക്കാം. അതായത് ജാനുവരി 22 ലോഞ്ച് വരുന്നത്. സോ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല ഇതുവരെയും. എന്തായാലും അടുത്ത് തന്നെ അതിൻ്റെ അൺപാക്ക്ഡ് ഇവൻറ്റിൻ്റെ ഒരു പോസ്റ്റർ സാംസങ് എന്തായാലും അടുത്ത ദിവസം തന്നെ അത് വരുന്നതായിരിക്കും. ന്യൂ ഇയർ ഒക്കെ ആവുന്ന സമയത്ത് എന്തായാലും വരും. ക്രിസ്മസ് എന്തായാലും കഴിഞ്ഞില്ല, ന്യൂ ഇയർ ആകുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു പോസ്റ്റർ സാംസങ്ങിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതായിരിക്കും. സോ വെയിറ്റ് ചെയ്യുക. പിന്നെ 200 MB ക്യാമറ, 50 MB അൾട്രാ വൈഡ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. കാരണം ഇപ്പോൾ അത്യാവശ്യം ഫോൺസിനൊക്കെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ മാറി. ഇപ്പോൾ IQ13 ഇറങ്ങുന്ന സമയത്ത് 50K റേഞ്ചിലൊക്കെ ഒരു ബെസ്റ്റ് ലെവൽ ഫോൺ. അപ്പോൾ എന്തായാലും നല്ല ഫോൺസ് ആയിരിക്കും സാംസങ് ഇത്തവണ ഇറക്കുന്നത്. കാരണം കഴിഞ്ഞ S25 സീരീസ് അത്ര നല്ലതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ S25 സീരീസ് കുറച്ചും കൂടെ ബെറ്റർ ആവാനുള്ള ചാൻസ് ഉണ്ട്. നോക്കാം. പിന്നെ വരുന്നത് OnePlusൻ്റെ 13 സീരീസാണ്. OnePlus അറിയാലോ, അവരുടെ ആ ഒരു മോശ സമയമൊക്കെ പോയി. ഇപ്പം ലൈഫ് ടൈം വാറൻ്റിയൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ ആൾക്കാർക്കൊക്കെ വാങ്ങാൻ വേണ്ടി ഒരു ധൈര്യമൊക്കെ വന്നു. ബാക്കിയുള്ള സാംസങ്ങും ആപ്പിളൊക്കെ വാങ്ങുന്നതിനേയും കാട്ടിയും ട്രസ്റ്റഡ് ആയിട്ട് OnePlus ഫോൺസൊക്കെ ഇനി വാങ്ങാൻ വേണ്ടി പറ്റുന്നതിന് ഗൈസ്. കാരണം ലൈഫ് ടൈം വാറൻറ്റി OnePlus കൊടുക്കുന്നുണ്ട്, ബാക്കിയുള്ളവന്മാരെ പോലെയല്ല. അതുകൊണ്ട് തന്നെ OnePlusൻ്റെ 13R 13 അടുത്ത മാസം വരുന്നുണ്ട്. ഡേറ്റ് കൺഫേംഡ് ആണ്, 7th ജാനുവരിക്കാണ് ലോഞ്ച് വെച്ചിട്ടുള്ളത്. ഇതിലാണെങ്കിൽ 13R സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 3 ചിപ്സെറ്റ് ആയിരിക്കും. 13 എലൈറ്റ് ആയിരിക്കും വരുന്നത്, 8 എലൈറ്റ് ആയിരിക്കും വരുന്നത്. പിന്നീട് 50 MB ക്യാമറ, 2K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ഒക്കെ തന്നെ OnePlus 13 വരുന്നുണ്ട്. അപ്പോൾ ഒരു ഉഗ്രം ഫോണായിരിക്കും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. OnePlus ഫോൺസ് എന്നും അങ്ങനെ നല്ല ഫോൺസ് തന്നെ ഇറക്കാറ്. ബട്ട് ഗ്രീൻ ലൈൻ ഉണ്ടായതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് സീരീസായിട്ട് അവർക്കൊരു ഡൗൺ ഗ്രേഡ് വന്നത്. ബട്ട് അടുത്ത വർഷം തൊട്ട് നല്ല കാലം വരാൻ വേണ്ടി പോവാണ്. OnePlus തിരിച്ച് വരുന്നതായിരിക്കും. ആ OnePlusൻ്റെ ആ ഒരു ഗ്യാപ്പിലാണ് ഈ IQ എന്ന ഫോണൊക്കെ കയറിയത്. സോ OnePlus തിരിച്ച് വന്നു. പിന്നീട് വരുന്ന മോഡലാണ് ഓപ്പോയുടെ Reno 13 സീരീസ്. ഇതും ഒഫീഷ്യലായിട്ട് തന്നെ ഫ്ലിപ്കാർട്ടിലൊക്കെ തന്നെ കമ്മിങ് സൂണൊക്കെ പേജ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് വീക്കിനുള്ളിൽ തന്നെ എന്തായാലും ഇതിൻ്റെ ലോഞ്ച് ഉണ്ടാവുന്നതായിരിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് എന്തായാലും പോവില്ല. അപ്പോൾ Reno 13 സീരീസ് കൂടെ അടുത്ത മാസം വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറയുകയാണെങ്കിൽ MediaTekൻ്റെ Dimensity 8350 ചിപ്സെറ്റ് ആയിരിക്കും. 1.5K റെസൊല്യൂഷൻ ഡിസ്പ്ലേ, 50 MB ക്യാമറ, 5640 mAh ബാറ്ററി, 80 വാട്ട് ഫാസ്റ്റ് ചാർജിങ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഒഫീഷ്യൽ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. എന്തായാലും ഒരു സെക്കൻഡ് വീക്ക് അതിനുള്ളിൽ എന്തായാലും ഈ ഒരു ഫോണും കൂടെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നീട് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത് റിയൽമിയുടെ 14 Pro സീരീസാണ്. പ്രോ പ്ലസും. ഈ 2 ഫോൺസും അടുത്ത മാസം ലോഞ്ച് എന്തായാലും കൺഫേം ചെയ്തിട്ടുണ്ട് റിയൽമിയുടെ ഭാഗത്തു നിന്ന്. അതായത് ഫ്ലിപ്കാർട്ട് അതിൻ്റെ പേജും കണക്ട് വന്നു, കമ്മിങ് സൂൺ ജാനുവരി എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇതും ഒരു സെക്കൻഡ് വീക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് എന്തായാലും പോവില്ല. ഇതിലാണെങ്കിൽ കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 3 എന്ന ചിപ്സെറ്റാണ് വരുന്നത്. കഴിഞ്ഞ മോഡൽ അതായത് 13 സീരീസിലാണെങ്കിൽ അതിൽ കൊടുത്തത് 7S Gen 2 ആയിരുന്നു. സോ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ. മെയിൻലി ഇത് പെർഫോമൻസ് ഓറിയൻ്റ് ആയിട്ടുള്ള ഫോണല്ല, ക്യാമറ ഓറിയൻ്റ് ആയിട്ടുള്ള ഫോണാണ്. സോ ഒരു പെരിസ്കോപ്പിക് ലെൻസൊക്കെ തന്നെ ഇപ്രാവശ്യം വരുന്നൊക്കെ പറയുന്നുണ്ട്. സോ നോക്കാം. എന്തായാലും DSLR ക്യാമറ ഒക്കെ മാറി നിൽക്കുന്ന തരത്തിലുള്ള ക്യാമറ ആയിരിക്കും റിയൽമി ഇത്തവണ കൊണ്ടുവരുന്നതെന്നായിരിക്കും റിയൽമി പറയുന്നത്. അങ്ങനെ എന്തായാലും വരില്ല, പക്ഷെ അവരങ്ങനെ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും ആ ഒരു 30K റേഞ്ചിലൊക്കെ അത്യാവശ്യം നല്ലൊരു ക്യാമറ ഓറിയൻ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ് 13 സീരീസ് ഫോൺസ് ഒക്കെ പറയുന്നത്, 13 Pro Plus ഒക്കെ. അതുകൊണ്ട് 14 Pro Plusഉം നല്ല ക്യാമറ ആയിരിക്കും. നോക്കാം. പിന്നീട് IQയുടെ Neo 9 Pro അറിയാമല്ലോ, കഴിഞ്ഞ വർഷം അത്യാവശ്യം നല്ലൊരു
ഫോണായിരുന്നു. അത്യാവശ്യം സെയിലും കാര്യങ്ങളൊക്കെ പോയ ഒരു 40,000-50,000 രൂപ റേഞ്ചിൽ നല്ലൊരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോണാണ്. അതിൻ്റെ പുതിയ മോഡലായിട്ടുള്ള IQ Neo 10 Pro വരുന്നുണ്ട്. അതും ഈ ഒരു ജാനുവരി ലാസ്റ്റ് ആകുമ്പോൾ എന്തായാലും അതിൻ്റെ ലോഞ്ചും കൂടെ എക്സ്പെക്ട് ചെയ്യാം. അതിന് ലാസ്റ്റ് എന്തായാലും അതിന് മുമ്പേ എന്തായാലും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പം ആ ഒരു ഫോണിലാണെങ്കിൽ വരുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 3 ആണ്. 888 ഒന്നും അതിൽ വരാറില്ല. 8 Gen 3 ആയിരിക്കും വരുന്നത്. 1.5K റെസൊല്യൂഷൻ ഡിസ്പ്ലേ, 50 MB ക്യാമറ, പിന്നെ ഒരു 2x ടെലിഫോട്ടോ ലെൻസ് ഉണ്ടാവും, പിന്നീട് 6100 mAh ബാറ്ററി എന്നൊക്കെ പറയുന്നുണ്ട്. സോ അതും കൂടെ അടുത്ത മാസം ലോഞ്ച് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു മോഡലാട്ടോ. ഡിസൈൻ ബേസ് ആണെങ്കിലും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമില്ല, എന്നാലും ചെറിയ രീതിയിലുള്ള വ്യത്യാസമുണ്ട്, അത്രയേ ഉള്ളൂ. കളർ വേരിയൻ്റൊക്കെ അത്യാവശ്യം കാണാനൊക്കെ രസമുണ്ട്. ചൈനയിൽ ഇത് ഓൾറെഡി ലോഞ്ച് ചെയ്ത മോഡലാണ്. സോ അടുത്ത മാസം ലാസ്റ്റിൽ ഈ ഒരു ഫോണും കൂടെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഐഫോണിൻ്റെ കോപ്പി മോഡലായിട്ടുള്ള പോക്കോയുടെ X7 സീരീസ് അടുത്ത മാസം വരുന്നുണ്ട്. ഇതിൻ്റെ ലീക്സും കാര്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഐഫോൺ 16 സെയിം ക്യാമറ മൊഡ്യൂളൊക്കെയാണ് ഇതിന് വരുന്നത്. ഇതും അടുത്ത മാസം വരുന്നുണ്ട്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറയുകയാണെങ്കിൽ Dimensity 8400 അൾട്ര ചിപ്സെറ്റ് ഉണ്ടാവും, 1.5K റെസൊല്യൂഷൻ ഡിസ്പ്ലേ, 5550 mAh ബാറ്ററി, 50 MB ക്യാമറ. സോ അത്യാവശ്യം 2 ഫോൺസാണ് ഈ സീരീസിൽ വരുന്നത്. അപ്പോൾ അതും കൂടെ വരുന്നുണ്ട്. പിന്നീട് ബഡ്ജറ്റ് റേഞ്ചിൽ മോട്ടോറോള ഫോൺസൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. G സീരീസൊക്കെ ഫോൺസൊക്കെ എന്തായാലും ഉണ്ടാവും. അതൊക്കെ ആ ഒരു ടൈം പീരീഡ് ആകുമ്പോൾ മാത്രമേ അവർ കൺഫേം ചെയ്യാറുള്ളൂ. കാരണം പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ടാണ് ഈ ദിവസം ലോഞ്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞിടും. അതുകൊണ്ട് തന്നെ അങ്ങനെ ചില ബഡ്ജറ്റ് റേഞ്ച് ഫോൺസും ബാക്കിയുള്ള ബ്രാൻഡിനൊക്കെ വരാനുള്ള ചാൻസ് അടുത്ത മാസം എന്തായാലും ഉണ്ടാവും. സോ ഇത്രയും ഫ്ലാഗ്ഷിപ്പ് ഫോൺസാണ് മെയിൻലി അടുത്ത മാസം വരുന്നത്. എല്ലാ മെയിൻ സീരീസും അടുത്ത മാസം വരുന്നുണ്ട്. സോ നിങ്ങളിതിൽ ഏത് ഫോൺസിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ പറ്റി ഒപ്പി എന്നിട്ടായി കമൻറ്റ് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.